ഈ കാണുന്നത് നമ്മൾ ക്രോഷേ ചെയ്തെടുത്തിട്ടുള്ള സ്ട്രോബെറീസ് അല്ല കേട്ടോ, പകരം നമ്മൾ നമ്മുടെ പൈപ്പ് ക്ലീനർ യൂസ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള സ്ട്രോബെറീസ് ആണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ നമ്മുടെ പൈപ്പ് ക്ലീനേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിങ്ക് ആൻഡ് ഗ്രീൻ ഷെയ്ഡിലുള്ളതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്ന പൈപ്പ് ക്ലീനേഴ്സ് എന്ന് പറയുന്നത്. പിങ്ക് 5 എണ്ണം വേണം, അതേപോലെ ഗ്രീന് ഒരെണ്ണവും മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പിങ്ക് കളറിലുള്ള പൈപ്പ് ക്ലീനർ എടുത്തിട്ട് ഇതുപോലെ സെൻറ്റർ ഫോൾഡ് ചെയ്തിട്ട് എൻ്റെ വിരലിൻ്റെ ഒരു പകുതി ലെവലിൽ ഞാൻ അളന്നിട്ട് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഒന്ന് ലോക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും താഴോട്ടേക്ക് ഇതുപോലെ അതിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് ഞാനൊന്നും കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ അതുപോലെ ചെയ്തിട്ട് നമ്മൾ എന്താക്കാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പെറ്റൽസ് ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. അതായത് ഓരോ പെറ്റൽസ് ആയിട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രോബെറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഇതുപോലെ ചെയ്താൽ മതി. സെയിം പ്രോസസ്സ് നമ്മൾ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ചെയ്തതിന് ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ എൻഡിങ് വരുന്ന പാർട്ട് നമ്മൾ ഉള്ളിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് മടക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അതായത് ആ സ്ട്രോബെറിൻ്റെ ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള 5 എണ്ണം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ 5 പിങ്ക് പൈപ്പ് ക്ലീനേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ 5 എണ്ണം നമ്മൾ ഉണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇനി നമ്മുടെ സ്ട്രോബെറി മേക്കിങ്. എന്നിട്ട് നമുക്ക് അതിൻ്റെ ടോപ്പിലേക്ക് ആവശ്യമുള്ള ഗ്രീൻ ലീവ്സ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഗ്രീൻ കളറിലുള്ള ഒരു പൈപ്പ് ക്ലീനർ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് റൗണ്ടിൽ ട്വിസ്റ്റ് ചെയ്ത് ഒരു ലീഫ് പോലെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതല്ലോ കേട്ടോ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ട് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടൊന്ന് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ ഈ ലീവ്സും അതേപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ സ്ട്രോബെറി പെറ്റൽസും കൂടെ കൂട്ടിയിട്ട് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് ഞാൻ നമ്മുടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലേക്ക് ഇതുപോലെ ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് ഓരോ പെറ്റൽസായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് ആ സ്ട്രോബെറിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കുന്നുണ്ട്. അതിൻ്റെ മുമ്പ് വേറൊരു കാര്യം പറയാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതുപോലെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് ഇങ്ങനെ ഇതുപോലെ തന്നെ നമ്മൾ വെക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അത് ചപ്പി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ കൊണ്ട് നമ്മളിത് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് ഇതുപോലത്തെ മൈക്രോ ഫൈബറിൻ്റെ ഇതുണ്ടല്ലോ, മൈക്രോ ഫൈബർ സ്പോഞ്ച്, അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറേ കാലം ഒന്നും കേടാവാണ്ട് അമർന്നു പോവാണ്ട് ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് നമ്മൾ ലാസ്റ്റത്തെ പെറ്റൽ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ ഇതുപോലെ നമ്മുടെ ഗ്രീൻ കളറിലുള്ള ലീവ്സും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള സ്ട്രോബെറീസ് ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ അതുപോലത്തെ ഒരു റെഡ് കളറിലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ട്രോബെറി മേക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.